DNA അസ്ട്രോളജിയിൽ ഭരണി നക്ഷത്രത്തിന് വളരെ സവിശേഷമായൊരു സ്ഥാനമുണ്ട്. ഇത് പ്രധാനമായും മാതൃവഴിയിലുള്ള മെറ്റേണൽ സൈഡ് കർമ്മഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഭരണിയെക്കുറിച്ചുള്ള DNA വശങ്ങൾ ഇനി പറയുന്നവയാണ്. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത യമധർമ്മരാജനാണ്. ഇതിൻ്റെ ചിഹ്നം യോനി, ബർത്ത് ഓർ ക്രിയേഷൻ ആണ്. DNA അസ്ട്രോളജി പ്രകാരം ഇതിൻ്റെ അർത്ഥം താങ്ങുക അല്ലെങ്കിൽ ഭരിക്കുക എന്നതാണ്. 1. മാതൃവഴി ബന്ധം, മെറ്റേണൽ DNA. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ അവരുടെ അമ്മയുടെ വശത്തുള്ള പൂർവികരുടെ കർമ്മങ്ങൾ, പ്രത്യേകിച്ച് മുത്തശ്ശിമാരുടെ, വഹിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ അമ്മയുടെ വശത്ത് ആരെങ്കിലും അതിശക്തരായ സ്ത്രീകളോ കുടുംബത്തെ മുഴുവൻ ഒറ്റയ്ക്ക് ഭരിച്ചവരോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. 2. സൃഷ്ടിയും സംഹാരവും, ക്രിയേഷൻ ആൻഡ് ഡെസ്ട്രക്ഷൻ. ഭരണി എന്നാൽ താങ്ങുന്നവൾ എന്നാണ്. മറ്റുള്ളവരുടെ ഭാരം ഏറ്റെടുക്കാനുള്ള ഒരു പ്രവണത ഇവരുടെ DNAയിൽ ഉണ്ടാകും. കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി ഇവരുടെ തോളിൽ വന്നു ചേരും. അത് സന്തോഷത്തോടെയോ അല്ലാതെയോ അവർക്ക് ചെയ്യേണ്ടി വരും. 3. കർമ്മ രജിസ്റ്റർ, കാർമിക് രജിസ്റ്റർ, രഹസ്യങ്ങൾ. ഭരണി നക്ഷത്രക്കാരുടെ കുടുംബചരിത്രത്തിൽ ചില രഹസ്യങ്ങൾ, സീക്രട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളാകാം. ഭക്ഷണം. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ഇവരുടെ കർമ്മദോഷങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. ഇവരുടെ കുടുംബത്തിൽ ആരെങ്കിലും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിൽ വലിയ താൽപ്പര്യം കാണിച്ചവരായിരിക്കും. 4. അച്ചടക്കവും നീതിയും, ഡിസിപ്ലിൻ ആൻഡ് ജസ്റ്റിസ്. യമധർമ്മരാജൻ ദേവതയായതിനാൽ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഠിനമായ മനസ്സിവർക്കുണ്ടാകും. കുടുംബത്തിൽ നീതിക്ക് വേണ്ടി പോരാടിയവരോ നിയമപരമായ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടവരോ ആയ പൂർവികർ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട DNA സൂചനകൾ. അമ്മയോടുള്ള ബന്ധം. അമ്മയുമായുള്ള ബന്ധം ഇവരുടെ ജീവിതത്തിൽ വളരെ നിർണായകമാണ്. അമ്മയെ ബഹുമാനിക്കുന്നതും സംരക്ഷിക്കുന്നതും ഇവരുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. സഹനം. ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ വരാമെങ്കിലും അത് സഹിക്കാനുള്ള എൻഡ്യൂറൻസ്, വലിയൊരു ശക്തി ഇവരുടെ DNAയിലുണ്ട്. ഭരണി നക്ഷത്രത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ചില രഹസ്യങ്ങൾ ഇനി പറയാം. 1. മാതൃവഴിയിലെ കർമ്മദോഷം, മെറ്റേണൽ കർമ്മ. DNA അസ്ട്രോളജിയിൽ ഭരണി നക്ഷത്രം പ്രധാനമായും അമ്മയുടെ വശത്തുള്ള മെറ്റേണൽ ലീനേജ് കർമ്മങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങളുടെ അമ്മയുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് അമ്മയുടെ അമ്മയോ അമ്മൂമ്മയോ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചവരോ അല്ലെങ്കിൽ വലിയ അധികാരം കൈയാളിയവരോ ആയ സ്ത്രീകൾ ഉണ്ടായിരിക്കും. ആ സ്ത്രീകളുടെ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവർ അനുഭവിച്ച മാനസിക വിഷമങ്ങളോ ഒരു DNA കോഡായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചേക്കാം. 2. ഭരണിയും യമസ്വാധീനവും. ഭരണിയുടെ ദേവത യമധർമ്മരാജനായതുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചില പ്രത്യേകതകൾ കാണാം. മരണം അഥവാ പുനർജന്മം. കുടുംബത്തിൽ ആരെങ്കിലും അകാലത്തിൽ മരിച്ചവരോ അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്നവരോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നീതിബോധം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും ഇവർ. കുടുംബത്തിൽ ആരെങ്കിലും നിയമപരമായ കാര്യങ്ങളിൽ ലോ ഓർ ജസ്റ്റിസ് ഏർപ്പെട്ടവരോ അല്ലെങ്കിൽ അന്യായമായി ശിക്ഷിക്കപ്പെട്ടവരോ ഉണ്ടായിരിക്കാം. 3. സൃഷ്ടിപരമായ കഴിവുകൾ, ക്രിയേറ്റീവ് പവർ. ഭരണിയുടെ ചിഹ്നം യോനി ആയതുകൊണ്ട് ഇതിന് സൃഷ്ടിക്കാനുള്ള, ക്രിയേഷനുള്ള വലിയ കഴിവുണ്ട്. ഭക്ഷണമുണ്ടാക്കുന്നതിലോ കലകളിലോ എഴുത്തിലോ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പ്രസവ സംബന്ധമായ കാര്യങ്ങളിൽ സഹായിക്കുന്നവരോ മിഡ്വൈഫ്സ് അല്ലെങ്കിൽ കുട്ടികളെ പരിപാലിക്കുന്നതിൽ മിടുക്കരോ ആയിരുന്നിരിക്കാം. 4. സാമ്പത്തിക DNA, ഫൈനാൻഷ്യൽ പാറ്റേൺസ്. ഭരണി നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് പണം വന്നു ചേരാനും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ചിലവുകൾ വരാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ സ്വത്ത് അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. 5. ശ്രദ്ധിക്കേണ്ട കർമ്മഫലങ്ങൾ, കാർമിക് വാർണിംഗ്സ്. ഭരണി നക്ഷത്രക്കാർ
DNA ശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഭക്ഷണത്തിൻ്റെ മൂല്യം. ഭക്ഷണം പാഴാക്കരുത്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. അന്നദാനം. സ്ത്രീകളെ ബഹുമാനിക്കുക. അമ്മയെയോ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളെയോ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ തടയും. ക്ഷമ. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്ന് വാശിപിടിക്കാതെ കാര്യങ്ങൾ പക്വത പ്രാപിക്കാൻ അനുവദിക്കുക. ഭരണി എന്നാൽ താങ്ങുക എന്നാണ്. അതിനാൽ ക്ഷമയുടെ വിജയത്തിന് അത്യാവശ്യമാണ്.